Hi friends, welcome to Leenu's Kitchen. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ ബേക്കറി സ്റ്റൈൽ ചിക്കൻ പഫ്സ് ആണ്. ഇപ്പോൾ റമദാനൊക്കെ ആയതുകൊണ്ട് കുറേ പേര് സ്നാക്സ് ഒക്കെ പ്രിഫർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ചിക്കൻ പഫ്സ് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് ചിക്കൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. അതിനുശേഷം ഞാനിതിലേക്ക് 1/2 കിലോ ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ചിക്കൻ്റെ നിറം മാറണം, അതായത് അതൊന്ന് വെളുത്ത് വരണം, ഒന്ന് വെന്ത് കിട്ടണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇത്. അപ്പോൾ അതാ ചിക്കൻ്റെ നിറമൊക്കെ മാറി അത് വെളുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിത് തുറന്ന് വെച്ചാൽ വേവിച്ച്, അതുകൊണ്ട് അതിൽ വെള്ളം കുറച്ച് പറ്റിയിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഇട്ടിട്ട് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ആ ചിക്കനിലെല്ലാം ഒന്ന് ആവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല കളറ് കിട്ടും. നമ്മൾ എരിവിന് കുരുമുളക് പൊടിയാണ് ചേർത്തത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സാധാരണ മുളക് പൊടിയും ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഒത്തിരി എരിവ് വേണ്ടാത്തതുകൊണ്ടും ഞാനിവിടെ കാശ്മീരിയാണ് ചേർക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. മുളക് പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മസ്റ്റേർഡ് പേസ്റ്റ്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമില്ല. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടായതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ്റെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒരു തവി വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് കാണിക്കുവാണ്. ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിത് തണുത്തതിന് ശേഷം ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചീസും കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ ഷെഡാർ ചീസ്, ഗ്രേറ്റഡ് ഷെഡാർ ചീസ് ചേർത്തിട്ടുണ്ട്. ഇതും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. പക്ഷേ ഇതൊരു ചിക്കൻ ചീസ് പഫ്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചീസും ചേർക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് ചൂടോടെ ചേർത്താൽ അത് നന്നായിട്ട് മെൽറ്റായി കിട്ടും. പിന്നീട് ഞാൻ ഇതിലേക്ക് മൊസറല്ല ചീസും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്, ചീസ് ഇഷ്ടമല്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ തണുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ഫുഡ് പ്രോസസ്സറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുവാണ്. ഒത്തിരി അങ്ങ് അരച്ചെടുക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ ക്രഷ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. പേസ്റ്റ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മിക്സ് മൊത്തം ഞാൻ ഫുഡ് പ്രോസസ്സറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തിട്ട് എടുക്കുവാണ്. അപ്പോൾ അതാ ഞാൻ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയ പാനിലേക്ക് തന്നെ മാറ്റി. എന്നിട്ട് അതിലേക്ക് ഞാൻ 1/2 കപ്പ് മൊസറല്ല ചീസും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് ഓപ്ഷണലാണ്. ഇതൊരു ചിക്കൻ ചീസ് പഫ്സ് ആക്കാനും കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. കുട്ടികൾക്കൊക്കെ ചീസ് ഇഷ്ടമാണെങ്കിൽ ചീസ് ചേർക്കാം. ചീസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം. ഇങ്ങനെ തന്നെ നല്ലൊരു മിക്സാണ്. പിന്നെ ചീസ് ചേർക്കുമ്പോൾ ഉപ്പിൻ്റെ ഒക്കെ അളവ് നോക്കിയിട്ട് വേണം ചേർക്കാനൊക്കെ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മൊസറല്ല ചീസും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും ബേക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ ചീസൊക്കെ മെൽറ്റ് ആയിക്കോളും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഫ്സ് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ പഫ്സ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ പഫ് പേസ്ട്രി ഷീറ്റ്സ് ഉണ്ടെങ്കിൽ അത് 1/2 മണിക്കൂർ മുമ്പേ ഒന്ന് പുറത്തെടുത്ത് വെക്കുക ഫ്രീസറിൽ നിന്ന്. എന്നാലേ നമുക്ക് അതും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ അത് പരത്തി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത് 1/2 മണിക്കൂർ ഒന്ന് പുറത്ത് വെച്ച് ഒന്ന് റൂം ടെമ്പറേച്ചറിലാവുന്ന വരെ നമുക്കിത് പുറത്തെടുത്ത് വെക്കണം.
അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്, പഫ് പേസ്ട്രി ഷീറ്റ്സ്. ഇത് സ്ക്വയർ ഷീറ്റ്സ് ആണ്. അപ്പോൾ ഞാനൊരു ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഈ ഷീറ്റ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒരു സ്ക്വയർ ഷീറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കും കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് പരത്തിയെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അതൊന്ന് എനിക്ക് ഫില്ല് ചെയ്തിട്ട് ഒന്ന് മടക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. ആ ഷേപ്പിൽ തന്നെ, സ്ക്വയർ ഷേപ്പിൽ തന്നെ ഞാനൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ കുറച്ച് വലിയ പഫ്സ് ആയിട്ട് കിട്ടും, അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ പരത്തി എടുക്കുന്നത്. അപ്പോൾ എല്ലാ സൈഡിലും ജസ്റ്റ് കുറച്ചൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിംഗ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിലേക്ക് മടക്കി നമുക്ക് പഫ്സ് ഒന്ന് സീൽ ചെയ്യാം, അതായത് ഒന്ന് അടയ്ക്കാം. അപ്പോൾ എല്ലാ സൈഡിലും നമുക്കിത് അടയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഫോർക്ക് എടുത്തിട്ടുണ്ട്. ഫോർക്ക് ആദ്യം മൈദയിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ഈ പഫ് പേസ്ട്രിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ സൈഡിലും സീലായിക്കോളും. പിന്നെ നമ്മുടെ ഫില്ലിംഗ് ഒന്നും പുറത്ത് ചാടാതിരിക്കും. ഇത് ബേക്കായി വരുമ്പോൾ കുറച്ചൊന്ന് പൊങ്ങും. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് സീൽ ചെയ്യണം. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്തിട്ട് ഞാനൊരു ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അടുത്തതും ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 15-20 പഫ്സ് കിട്ടും കേട്ടോ ഈ ഒരു ഫില്ലിംഗ് കൊണ്ട്. പിന്നെ നിങ്ങൾ എത്ര ഫില്ലിംഗ് ചേർക്കുന്നോ അതിനനുസരിച്ച് ഇരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫില്ലിംഗ് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം എടുത്തിട്ടും ഉണ്ടാക്കാം. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഷീറ്റ് എല്ലാം പരത്തിയിട്ട് അതിൽ ഫില്ല് ചെയ്തതിന് ശേഷം അത് ഫ്രീസ് ചെയ്യാം. ഒരു സിപ്പ് ലോക്ക് ബാഗിലോ ഒരു കണ്ടെയ്നറിലോ വെച്ചിട്ട് ഫ്രീസ് ചെയ്യാം. എന്നിട്ട് അടുത്ത ദിവസം ബേക്ക് ചെയ്തെടുത്താൽ മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എടുക്കുക, ബാക്കി നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പം ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ട്രേയിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു മുട്ട അടിച്ചെടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ആ മുട്ട ഈ പഫ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഷീറ്റിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുക, ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ബ്രഷ് വെച്ചാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഇല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പഫ്സിന് നല്ല കളറ് കിട്ടും, നല്ല ഒരു ഗോൾഡൻ കളറായി കിട്ടും. അപ്പോൾ എല്ലാ പഫ്സിലും ഇത് ചെയ്ത് കൊടുക്കുക. ഇത് ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യണം കേട്ടോ. ഇപ്പം നിങ്ങൾ ഇത് സ്റ്റോർ ചെയ്യുവാണെങ്കിൽ, ഫ്രീസ് ചെയ്യുവാണെങ്കിൽ അത് എടുത്തതിന് ശേഷം, അതായത് അത് കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ചിട്ട് ഈ മുട്ട തേച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്താൽ മതി. മുട്ട തേച്ചിട്ട് ഫ്രീസ് ചെയ്യരുത്. അപ്പോൾ ഞാൻ ഇനി ഇത് എല്ലാത്തിലും തേച്ചിട്ടുണ്ട്, മുട്ട എല്ലാത്തിലും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. ഞാനിത് 180 ഡിഗ്രിയിൽ ആദ്യം 20 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തു കേട്ടോ. 20 മിനിറ്റ്സിന് ശേഷം ബാക്കി വരുന്ന മുട്ട ഒന്നുകൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു, ഒന്നുകൂടെ ഒന്ന് തേച്ച് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വെച്ചു. അതായത് നല്ലൊരു കളറ് കിട്ടണം, അതുവരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഇതിൻ്റെ കളറ് കണ്ടോ, നല്ലൊരു ഗോൾഡൻ കളറ് കിട്ടിയിട്ടുണ്ട്. അത് 2 പ്രാവശ്യം നമ്മൾ മുട്ട തേച്ച് കൊടുത്തോണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ സിമ്പിൾ പഫ്സ് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും ബേക്കറിയിൽ കിട്ടുന്ന സ്റ്റൈല് തന്നെയാണ്. ആ ചിക്കൻ ഫില്ലിങ്ങിന് അതേ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. പിന്നെ എനിക്ക് ഈ പഫ് പേസ്ട്രി ഷീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അത് തുറന്ന് ഞാൻ കാണിക്കാം, നല്ല ലെയേഴ്സ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതാകണ്ടോ, നല്ല ലെയേഴ്സ് പോലെ ഉണ്ട് ഈ പഫ്സിൽ. അപ്പോൾ വീണ്ടും വേറൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൻ.